السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين ما بعد. പ്രിയമുള്ളവരെ, ഇപ്പോഴല്ലെങ്കിൽ പിന്നെപ്പോൾ. അബ്ദുൽ കലാമിൻ്റെ ഒരു തോടുണ്ട്, കൽ കർസോ ആജ് കറോ ആജ് കർസോ ആപ്പ്. നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പം ചെയ്യണം. നമ്മളെപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് നാളെ മുതൽ തുടങ്ങാം, വേണ്ട നാളെ മുതൽ തുടങ്ങി, നാളെ വിചാരിക്കും മറ്റന്നാളെ മുതൽ തുടങ്ങാം, അതങ്ങനെ നീണ്ടു പോവുകയുള്ളൂ. അതിനുള്ള പരിഹാരം എന്താണ്? ഇപ്പം ചെയ്യണം. എപ്പോഴാണോ നമുക്ക് ആഗ്രഹം ഉടലെടുക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങണം. അബ്ദുൽ കലാം, എല്ലാവർക്കും അറിയാം, അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. ചെറുപ്പത്തിൽ ക്ലാസ്സിലേക്കൊക്കെ സ്വന്തം ചെലവിലാണ് പഠിച്ചിട്ട് സ്കൂളിലൊക്കെ പോയത്. ചെറുപ്പത്തിൽ വീടുകളിലൊക്കെ പത്രം ഇട്ടിരുന്നു. അന്ന് അബ്ദുൽ കലാം തൻ്റെ നോട്ട്ബുക്കിൻ്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊരു രാഷ്ട്രപതിയാകുമെന്നത്. അന്നേരം അബ്ദുൽ കലാം അത് ചിന്തിച്ചു, അപ്പോൾ തന്നെ അത് നോട്ടിൽ എഴുതി വെച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു. പിന്നീട് അബ്ദുൽ കലാം ഒരു രാഷ്ട്രപതിയായി മാറുകയും ചെയ്തു. നമുക്കുള്ള അതേ 24 മണിക്കൂറാണ് ബിൽഗേറ്റ്സിനുള്ള 24 മണിക്കൂറും. ഉയരങ്ങളിലേക്ക് എത്തിയ ഏതൊരാൾക്കും നമുക്കുള്ള അതേ സമയമാണ് അവർക്കും കിട്ടിയിട്ടുള്ളൂ. പക്ഷെങ്കിലോ നമുക്ക് കിട്ടിയ 24 മണിക്കൂർ നാം എങ്ങനെ ഉപയോഗിച്ചോ അതിൽ നിന്ന് വിപരീതമായി അവർക്ക് കിട്ടിയ സമയം അവരെന്തായി, അതിനെ യൂസ്ഫുള്ളായി, അതിനെ അവർ നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, നിങ്ങൾ വഞ്ചിക്കപ്പെടുന്ന 2 കാര്യങ്ങളിൽ ഒന്നാണ് ഒഴിവ് സമയവും ആരോഗ്യവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും വലിയ മോട്ടിവേറ്റർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ചത്ര പീഡനങ്ങളും മറ്റാരെങ്കിലും സഹിച്ചിട്ടുണ്ടോ? 13 വർഷക്കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്ത് കിട്ടിയതിന് ശേഷം മക്കയിൽ നിന്ന് പീഡനങ്ങൾക്ക് ഇരയായത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതൊക്കെ ഇട്ടെറിഞ്ഞു പോയിട്ടുണ്ടോ? വേണ്ട, എനിക്ക് നുബുവത്ത് വേണ്ട, എന്നെ ജനങ്ങൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് നബി തങ്ങൾ അവിടെ നുബുവത്ത് ഇട്ടു പോയിട്ടുണ്ടോ? ഇല്ല. നബി തങ്ങൾ സഹിച്ചു, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരെ, വിജയമുണ്ടാവുന്നത് വരെ. അങ്ങനെയല്ലേ ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിജയമുണ്ടാവുന്നത്? എത്ര കൊല്ലത്തെ പീഡനങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിജയമുണ്ടാകുന്നത്? അങ്ങോട്ടൊന്നും പോകണ്ട. ഇപ്പം നമ്മൾ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ സാഹിത്യം വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് മുഖ്തസർ, അതേപോലെ തന്നെ മുതവ്വൽ ഗ്രന്ഥങ്ങൾ. ആ മുതവ്വൽ ഗ്രന്ഥങ്ങളൊക്കെ സാഹിത്യം, അത് ഓതുന്നവർ അതിനെപ്പറ്റി പഠിച്ചാൽ നമുക്കറിയാം, അതിലെ സാഹിത്യങ്ങൾ കടിച്ചാൽ പൊട്ടാത്ത സാഹിത്യങ്ങളാണ്. അത്രയും സാഹിത്യമാണ്. ആ മുസന്നിഫ് തഫ്താസാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൊക്കെ കേട്ടവരാണ്. നമ്മൾ ഈ ഇംഗ്ലീഷുകാരെയും ഫുട്ബോളുകാരെയും ഒക്കെ ഇൻസ്പിറേഷൻ ആകുന്നതിന് മുമ്പ് നമ്മുടെ രീതിയിലുള്ള, നമുക്ക് ആത്മീയതയിലേക്ക് നയിക്കുന്ന ഒരുപാട് ഇൻസ്പിറേഷൻ ആകുന്ന മഹാന്മാരുണ്ട്. തഫ്താസാനി റളിയല്ലാഹു അൻഹു നമുക്കറിയാം, പഠിച്ചാൽ ഒന്നും മനസ്സിൽ കയറൂല, തലയിൽ നിൽക്കൂല, എല്ലാവരും പൊട്ടനെന്ന് വിശേഷിപ്പിക്കുന്നതായിരുന്നു. ക്ലാസ്സിലൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉസ്താദിന് വരെ ചിരി വരും, അത്രത്തോളം തഫ്താസാനി റളിയല്ലാഹു അൻഹു. പക്ഷെങ്കിൽ തഫ്താസാനി റളിയല്ലാഹു അൻഹു അവിടെ ഇട്ട് പോയിട്ടില്ല, ഇനി പിന്നെ പഠിക്കാം, എനിക്ക് ഇപ്പോൾ വേണ്ട, അതൊന്നും തലയിൽ കയറുന്നില്ല എന്നുകൊണ്ട് തഫ്താസാനി റളിയല്ലാഹു അൻഹു എറിഞ്ഞു പോയിട്ടില്ല. തഫ്താസാനി റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? അധ്വാനിച്ചു കൊണ്ടേയിരുന്നു. വൈകുന്നേരങ്ങളിൽ കളിക്കാൻ പോകുമ്പോൾ സുഹൃത്തുക്കൾ വന്ന് വിളിക്കുമ്പോൾ പറയും, എനിക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾക്കൊക്കെ പഠിച്ചപ്പെട്ടത് തലയിൽ കയറി, എനിക്ക് കയറൂല. തഫ്താസാനി റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്ന് പഠിക്കുക ചെയ്തത്, തലയിൽ കയറുന്നില്ല. അവർ തഫ്താസാനി റളിയല്ലാഹു അൻഹു ഇറങ്ങി പോവല്ലേ ചെയ്തത്, അവിടെ ഇരുന്ന് പഠിക്കുകയാണ് ചെയ്തത്. തഫ്താസാനി റളിയല്ലാഹു അൻഹു അധ്വാനിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് വായിൽ തുപ്പിക്കൊടുത്ത്, ആ മൻജദ്ദ വജദ, നിങ്ങൾ പരിശ്രമിച്ചാൽ വിജയമുണ്ടാകുമെന്ന അള്ളാഹുവിൻ്റെ ഖുർആൻ വാക്യം അവിടെ വാസ്തവമായി. പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. വിജയം അള്ളാഹുവിൻ്റെ വക്കൽ നിന്നും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് വായിൽ തുപ്പിക്കൊടുത്തു. പിന്നീട് തഫ്താസാനി റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ നിന്നും ഉടലെടുത്ത രചനകൾ എത്ര മഹാത്മ്യമുള്ളതാണ്. നമ്മുടെ സമയം അത് നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാരണം. പലർക്കും പേടിയുണ്ടാകും, ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും ഒരു പേടിയുണ്ടാകും, ഈ കാര്യം നടക്കുമോ? ശരിക്കും ഫിയർ, FEAR, ഫിയറിൻ്റെ ഫുൾ ഫോം എന്താണ്? ഫാൾസ് എക്സോജേറ്റഡ് അപ്പിയറൻസ്. അതായത് യാഥാർത്ഥ്യത്തെ തെറ്റായി ഊതി വീർപ്പിക്കുന്ന ഒന്നാണ് ഭയം എന്നുള്ളത്. ഒന്നുകിൽ ഭയം എന്നുള്ളത് ഇമാജിൻ ആയിരിക്കും, അല്ലെങ്കിൽ മെമ്മറി ആയിരിക്കും. വരാൻ ഒരു കാര്യം നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും ഭയം എന്നുള്ളത്.
ആ ഭയം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആ ഭയം പോകാനുള്ള മാർഗങ്ങളൊന്നാണ് നമ്മൾ ആക്ഷൻ എടുക്കുക. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമ്മൾ അങ്ങ് ഇറങ്ങുക. മറ്റൊരാളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. പലർക്കും പല കഴിവുകളായിരിക്കും. ബിലീവ് ഇൻ യുവർ സെൽഫ്. നീ നിന്നെ തന്നെ വിശ്വസിക്കുക. നീ നിന്നെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാ നിന്നെ വിശ്വസിക്കുക എന്ന് നാം സ്വന്തത്തോട് ചോദിക്കണം. ആദ്യം നീ നിന്നെ വിശ്വസിക്കുക, നിന്നിലുള്ള കഴിവുകളെ നീ ഉണർത്തുക. എന്നിട്ട് നീ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ളവർക്ക് എന്തുണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം നിന്റെ കയ്യിൽ എന്തുണ്ട്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നെന്താക്കുക, നാം സ്വന്തം ചിന്തിക്കുക. നാം മറ്റൊരാളെ ഒരു വിരൽ ചൂണ്ടിയിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ ബാക്കി 3 വിരലുകൾ നമ്മെ ചൂണ്ടി നാം ഉണർത്തണം. പണ്ട് ശാരീരികങ്ങളൊക്കെ കുറിച്ചത് കാണാം. എന്താണത്? നീ മറ്റൊരാളുടെ കുറ്റം ചിക്കിച്ചികൻ അന്വേഷിക്കുന്നതിന് മുമ്പ് നീ നിന്റെ കുറ്റം സ്വന്തം അന്വേഷിക്കുക. ബാക്കിയുള്ളവരെ കുറ്റം പറയാനും മറ്റിനും പോയിട്ട് നീ നിന്റെ സമയം കളയാതെ സ്വന്തം എന്താക്കുക, നമ്മുടെ തെറ്റുകൾ കണ്ടെത്തി, നമ്മുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ മറികടന്ന് ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടി നാം നോക്കുക. അപ്പോൾ എപ്പോൾ പ്രായപരിമിതികളൊന്നും ഇവിടെ സക്സസിന് ഒരു കുറവായി നിൽക്കുന്നില്ല. ഇപ്പോൾ KFC നമുക്ക് തിന്നുന്ന വളരെ മധുരമായ ഒരു കോയിനെ കൊണ്ടുള്ള ഒരു വിഭവമാണ്. ആ KFCൻ്റെ അതുണ്ടാക്കിയ ആളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ കാണാം. അദ്ദേഹം വൃദ്ധനായിരിക്കുന്ന സമയത്ത് ഭാര്യ ഒഴിവാക്കിപ്പോയി. കാരണം അദ്ദേഹത്തിന് കഴിവില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഒഴിവാക്കിപ്പോയി. പക്ഷെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? അവിടെ നിരാശനായി ആത്മഹത്യ ചെയ്ത്, അല്ലെങ്കിൽ എനിക്കിനി ആരുമില്ല എന്നൊരു പൊട്ടിക്കാരൻ അവിടെ മൂലക്കിരിക്കുക, എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നിങ്ങനെ ചിന്തിച്ചു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്, എനിക്ക് പോയി ഇന്ന രൂപത്തിൽ പൊരിക്കാനറിയാം. മറ്റേ KFCയുടെ കൂട്ടൊക്കെ കൂട്ടിയിട്ട് മധുരമുള്ള രീതിയിൽ, ആരും പൊരിക്കാത്തൊരു രീതിയിൽ ഈ വിഭവം ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന് അറിയാം. അങ്ങനെ അദ്ദേഹം അത് ഉണ്ടാക്കി ഒരു കടകളിലേക്ക് സ്വന്തമായി തന്നെ ഡെലിവറി ചെയ്തു. ഫസ്റ്റൊക്കെ ആരും എടുത്തിട്ടില്ല. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഡെലിവറി ചെയ്തു. അങ്ങനെ സാധനം വേസ്റ്റായി, ഇയാൾക്ക് നഷ്ടമുണ്ടായി. അങ്ങനെ ഇയാള് മാറി നിന്നില്ല, വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു, കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു കച്ചവടക്കാരൻ്റെ അടുത്ത് നിന്നും ഒരു കസ്റ്റമർ വന്ന് സാധനം വാങ്ങി, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അദ്ദേഹം അത് പ്രചരിപ്പിച്ചു. പിന്നീട് അതൊരു വൻ ബിസിനസ്സായി, അദ്ദേഹത്തിന് വലിയൊരു കമ്പനി തന്നെ ഉണ്ടായി. അതിൻ്റെ പേരിൽ ഇന്നും നമ്മൾ കഴിക്കുന്ന KFCയിലെ അദ്ദേഹം വൃദ്ധനായ സമയത്ത് ഉണ്ടാക്കിയ ഒരു ബ്രാൻഡാണത്. നമ്മൾ സ്വന്തം എന്താക്കുക, നമ്മളിലൊരു ബ്രാൻഡ് സൃഷ്ടിക്കുക. എല്ലാവർക്കും ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവിക്കുക. എന്താ, ആ ബ്രാൻഡിനൊരു വാല്യൂ ഉണ്ടാക്കണം. അതായത് നമ്മൾ തന്നെ ഒരു ബ്രാൻഡായി മാറുക, സ്വന്തം ബ്രാൻഡായി മാറുക. ബാക്കി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ജീവിക്കുന്നതിന് പകരം ഇപ്പോഴല്ലെങ്കിൽ നാം എപ്പോൾ ചെയ്യും എന്നുള്ള ചോദ്യത്തിന് പരിഹാരം നമ്മൾ ഇപ്പം തന്നെ ചെയ്യണം. മറ്റൊരു ദിവസത്തേക്ക് നാം കാര്യങ്ങൾ മാറ്റിവെക്കാതിരിക്കുക. അമേരിക്കയിലെ വലിയ ഓട്ടക്കാരിയായിരുന്ന ഒരു വനിതയുണ്ട്, വിൽമ റൊഡോൾഫ് എന്ന് പറയുന്ന ഒരു പെണ്ണ്. ആ പെണ്ണിന് 4-ാമത്തെ വയസ്സിലൊരു രോഗം വരികയുണ്ടായി, പോളിയോ രോഗം. അങ്ങനെ ഡോക്ടർമാരൊക്കെ കയ്യൊഴിഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു, ഈ പെണ്ണിന് ഓടാൻ കഴിയില്ല, ഓടാൻ ഒന്നിനും കഴിയില്ല. 9-ാമത്തെ വയസ്സിൽ ഈ പെണ്ണ് മരിക്കുമെന്ന് വിധി എഴുതി. പക്ഷെങ്കിൽ ആ പെണ്ണിൻ്റെ അമ്മ ആ കുട്ടിയോട് പറഞ്ഞില്ല നീ 9-ാമത്തെ വയസ്സിൽ മരിക്കുമെന്ന്. പകരം ആ അമ്മ ഈ കുട്ടിക്ക് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, വിശ്വാസം കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ വിൽമ എന്ന് പറയുന്ന കുട്ടി 9-ാമത്തെ വയസ്സിലേക്ക് തൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം, തനിക്ക് നടക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഉണർത്തിയെടുത്തു. 9-ാമത്തെ വയസ്സിൽ മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ വിൽമ 9-ാമത്തെ വയസ്സിൽ പിച്ചവെച്ച് തുടങ്ങുകയാണ്. 9-ാമത്തെ വയസ്സിൽ പിച്ചവെച്ച് നടന്നു. അങ്ങനെ ഈ അമ്മ ഡോക്ടറുടെ അടുത്ത് പോകൽ നിർത്തി, വടി കൊണ്ടൊക്കെ നടക്കാൻ തുടങ്ങി, വീണു, പൊട്ടി, ശരീരഭാഗങ്ങളൊക്കെ മുറിവേൽപ്പിച്ചു. പക്ഷെ ഡോക്ടർമാർ കർശനമാക്കി പറഞ്ഞു ഈ കുട്ടിക്ക് നടക്കാൻ സാധിക്കില്ല. പക്ഷെങ്കിൽ ഈ അമ്മ എന്താക്കിയില്ല, അതിന് വിശ്വസിച്ചില്ല, ഈ കുട്ടിയെയും കൊണ്ട് നടത്തിച്ചു. അങ്ങനെ അവസാനം വേൾഡ് റെക്കോർഡിൽ വരെ ഇടം നേടുന്ന ഒരു പെണ്ണായി വിൽമ മാറുകയുണ്ടായി. കാരണം എന്താ? ബിലീവ് ഇൻ യുവർ സെൽഫ്. നീ നിന്നെ തന്നെ വിശ്വസിക്കുക.
എപ്പോഴാണോ നിനക്ക് ആഗ്രഹങ്ങൾ ഉടലെടുക്കുന്നത് അന്നേരം തന്നെ നീ അതിന് പുറപ്പെടുക. നാം സ്വപ്നം കാണാൻ വേണ്ടി പഠിക്കണം. നാം ബസ്സുകളിലും ട്രെയിനുകളിലും ഒക്കെ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ വെറുതെ മൊബൈൽ ഫോണിൽ കുത്തുന്നത് പകരം നാം ഇങ്ങനെ സ്വപ്നം കാണുക. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സ്വപ്നം കാണുക. സ്വപ്നം കാണാൻ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നാം എന്താക്കുക, ഇങ്ങനെ സ്വപ്നം കാണുക. നമ്മൾ പലയിടത്ത് എത്തുന്നതും നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ സ്വപ്നം കണ്ട് അതിന് പുറകെ പോവുക. നമുക്കൊരു പാഷൻ ഉണ്ടായിരിക്കുക. അത് ഇമാം നവവി റളിയല്ലാഹുവിൻ്റെ പാഷനായിരുന്നു കിതാബ് എഴുതുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ജീവിച്ച പ്രായത്തിനേക്കാൾ ഓരോ ദിവസം എടുത്തു നോക്കിയാൽ ആ ദിവസത്തിനേക്കാൾ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാതെ പോഷകാഹാരം ലഭിക്കാതെയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു വഫാത്തായി പോയത്. കാരണം എന്താ? പാഷന് പുറകെ പോയി ജീവിതം തന്നെ മറന്നുപോയി. അതുകൊണ്ട് നാം എന്താക്കുക, നമ്മിൽ വിശ്വസിച്ച് നമ്മുടെ പാഷന് പുറകെ പോവുക. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.